ഹലോ കൂട്ടുകാരെ, ജാൻദക്ഷ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ജാൻസി പ്രകാശ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടും എനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ചെയ്യുന്നതാണ് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ പ്രായത്തിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ അല്ലേ? അതിൻ്റെ വിധത്തിൽ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രായത്തിന് ഒരു പരിധിവരെ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു 30 വയസ്സ് തൊട്ടേ കുറച്ചൊക്കെ ഫേസിൽ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ഓട്ടോ ആയിരുന്നു ഒരു 10-30 വർഷത്തോളം ജോലി, കുട്ടികൾ, അങ്ങനെ അതിൽ തിരക്കിലൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ആ തിരക്കിൻ്റെ ഇടയിലും നമ്മൾക്ക് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഒത്തിരി വലിയ ചുളുക്കൾ ഒന്നും വരാണ്ട് ഈ 60+ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു മോട്ടിവേഷൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡെയിലി ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞു തരുന്നതായിരിക്കും, ഡെയിലി നമ്മൾ വെള്ളം കുടിക്കുക. അറിയാമല്ലോ, ഒരു ദിവസം നമ്മൾ എത്രമാത്രം വെള്ളം കുടിക്കാൻ സാധിക്കുന്നോ അത്രയും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ പകുതി നമ്മളുടെ സ്കിന്നിൻ്റെ ഗ്ലോ നന്നായിട്ട് കിട്ടും. അത് നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയെങ്കിലും നമ്മളത് കഴിക്കണം, വെള്ളം കുടിക്കണം. പിന്നീട് നമുക്ക് ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സന്തോഷമാണ്. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ ദിവസവും ഓരോരോ ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മളുടെ ഓരോരോ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ആർക്കും ഉണ്ടാവാണ്ടിരിക്കില്ല. പക്ഷെ അതെല്ലാം നമ്മൾ അതിൻ്റേതായ ആ ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് എടുക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, ഇഷ്ടപ്പെട്ട സന്തോഷങ്ങൾ കണ്ടെത്തുക, യാത്രകൾ പോവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ മൈൻഡൊന്ന് നമ്മുടെ ഫ്രഷ് ആകും അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറയണത് 60+ ആയപ്പോഴേക്കുള്ള നമ്മൾ ആ ഒരു 30 തൊട്ട് നമ്മൾ തുടങ്ങണം നമ്മുടെ ഫേസിനേക്കുള്ള ആ ഒരു സ്കിൻ കെയറിങ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു അറൗണ്ട് 60 ആകുമ്പോൾ ഒരുമാതിരി പിടിച്ചിർത്താം. പ്രായത്തിന് അങ്ങനെ നമുക്ക് പിടിച്ചിർത്താൻ സാധിക്കില്ലല്ലോ, അത് അതിൻ്റേതായ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മുഖം വാഷ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വാഷ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഫേസ് മുകളിലേക്കാക്കി നമ്മൾ ഫേസ് എപ്പോഴും അങ്ങനെ ആക്കിയിട്ട് കഴുകാൻ ശ്രമിക്കുക. അതുപോലെ പുറത്തുനിന്ന് പോയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മുഖം കഴുകരുത്. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക. അതിന് ശേഷം എന്തെങ്കിലും കുറച്ച് പാലുണ്ടെങ്കിൽ ആ പാൽ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് മുഖത്തൊക്കെ ഒന്ന് കഴുകി മുഖം എപ്പോഴും നല്ല ആ പൊടിയും ഇതെല്ലാം മാറി ആ ഡെഡ് സെൽസൊക്കെ കുറേ കുറഞ്ഞ് കിട്ടും. പിന്നെ നമുക്കറിയാം, ഏറ്റവും നല്ലത് സമയം കിട്ടുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ജ്യൂസ് ഒരു ശകലം അരിപ്പൊടിയും ചേർത്ത് നമ്മുടെ ഫേസിൽ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളാണ്. നമ്മൾക്ക് വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോണവരാണെങ്കിലും മോർണിംഗിൽ നമ്മൾ എന്തായാലും കിച്ചണിൽ കയറുക, അത് മസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് ആ സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ പാടാവും. അപ്പം നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾ പൊട്ടറ്റോ ജ്യൂസും ഒരു ശകലം അരിപ്പൊടിയും നമ്മുടെ ഫേസിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുഖത്ത് എൻ്റെയൊക്കെ കുറച്ച് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കുറേ മാറ്റം വന്നു. കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇത് കുറച്ചും കൂടെ ഉള്ളൂ. അതൊക്കെ അതിൻ്റെ കുറേ മാറ്റം വന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങും കുറച്ച് അരിപ്പൊടിയും ഒരിത്തിരി തേനും കൂടെ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. അത് നമ്മുടെ മുഖത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്ത് പോകും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും മുഖത്ത് മോർണിംഗിൽ നമ്മളെ മുഖത്ത് പിടിപ്പിക്കുക, അത് സ്ക്രബ് ചെയ്ത് കളയുക. അപ്പോഴേക്കും നമ്മുടെ സ്കിൻ വളരെയധികം മാറ്റം വരും. അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക.
അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെയധികം ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതെല്ലാം. എങ്കിലും എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകൾ കൂട്ടുകാരെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.